ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 3D മോഡൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ടായി ഒരു റെക്റ്റാങ്കിൾ വരച്ച് നൽകുകയാണ്. ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുന്നു. ഷേപ്പിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 3D മോഡൽ ആഡ് ചെയ്യാം. അതിനായി ഇവിടെ ഇൻസേർട്ട് എന്ന ടാബിൽ നിന്ന് 3D മോഡൽ സെലക്ട് ചെയ്യുന്നു. ഈ സെർച്ച് ബോക്സിൽ ഞാൻ ഡ്രോൺ എന്ന് സെർച്ച് ചെയ്യുകയാണ്. സോ ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് നൽകുന്നു. ഇനി ഞാൻ ഇതിന്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നൽകുകയാണ്. ഇനി ഇതിലേക്ക് മറ്റൊരു റെക്റ്റാങ്കിൾ കൂടി ഞാൻ വരച്ചു നൽകുകയാണ്. ആദ്യത്തെ റെക്റ്റാങ്കിൾ പോലെ തന്നെ നോ ഔട്ട്ലൈൻ, ഷേപ്പിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഡ്രോൺ എന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഫോണ്ടും സൈസും ചേഞ്ച് ചെയ്യുന്നു. ഇമ്പാക്റ്റ് എന്നുള്ള ഒരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൈസ് ഞാനൊരു 200 നൽകുകയാണ്. ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും സെൻഡ് ബാക്ക്വേർഡ് സെലക്ട് ചെയ്യുന്നു. അലൈൻ, സെൻറ്റർ നൽകുന്നു. ഈ ടെക്സ്റ്റിന്റെ കളർ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്ത് നൽകുകയാണ്. ഇനി നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ടെക്സ്റ്റ് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ റെക്റ്റാങ്കിളിനെ ഈ സൈഡിലോട്ട് മാറ്റുന്നു. 3D മോഡൽ സെലക്ട് ചെയ്ത് അതിലേക്ക് വേറെ ഒരു ഓറിയന്റേഷൻ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ മറ്റ് സ്ലൈഡുകളും ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓരോ സ്ലൈഡിലും നമുക്ക് ആവശ്യമുള്ള ഓറിയന്റേഷൻ സെലക്ട് ചെയ്ത് ഈ റെക്റ്റാങ്കിളും അഡ്ജസ്റ്റ് ചെയ്ത് നൽകാം. സോ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള എല്ലാ സ്ലൈഡുകളും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സോ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിൽ നിന്നും ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എല്ലാ സ്ലൈഡുകളിലേക്കും ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിന് ചുറ്റുമായിട്ട് ഒരു റെക്റ്റാങ്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ ഞാൻ റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെയും ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുന്നു. ഷേപ്പിൽ വൈറ്റ് സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി ഏകദേശം ഒരു 45% സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ഇതിനൊരു ഷാഡോ അപ്ലൈ ചെയ്യുന്നു. ഔട്ട്സൈഡ് ഷാഡോ ഇവിടെ പ്രീസെറ്റ് ഓഫ്സെറ്റ് സെൻറ്റർ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലർ ഒരു 15 പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഇനി ഞാനിവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ഈ ടാബിൽ നിന്നും സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ ടെക്സ്റ്റിനെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഈ ടെക്സ്റ്റും ഈ റെക്റ്റാങ്കിളും സെലക്ട് ചെയ്ത് ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഞാൻ ഇതിന് മുൻപത്തെ സ്ലൈഡിലേക്ക് നമ്മുടെ സ്ലൈഡ് ഏരിയയ്ക്ക് വെളിയിലായി ഇതിനെ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. സോ ഇനി ഈ പ്രൊസീജിയർ ഞാൻ എല്ലാ സ്ലൈഡിലേക്കും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ സ്ലൈഡിലേക്കും ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന് ചുറ്റുമായി ഒരു റെക്റ്റാങ്കിളും ക്രിയേറ്റ് ചെയ്ത് അവയെല്ലാം ഒരു ഗ്രൂപ്പാക്കി
അതിന് തൊട്ട് മുൻപുള്ള സ്ലൈഡിലേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സ്ലൈഡുകളും സെലക്ട് ചെയ്ത് ഇതിനാവശ്യമായിട്ടുള്ള ട്രാൻസിഷൻ നൽകാം. അതിനായി ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്ന് മോർഫ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.